ഹലോ, സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു കൊച്ചു ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിനെ കുറിച്ചിട്ടാണ്. ജീവിതം നമ്മുടെ ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടയ്ക്കുള്ള നമ്മുടെ ഒരു യാത്ര. ഈ യാത്ര എത്രമാത്രം സുന്ദരാക്കാൻ പറ്റുമോ അത്രയും സുന്ദരാക്കാനാണ് എല്ലാവരും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഏതൊരു വ്യക്തിനോട് ചോദിച്ചാലും അയാൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ്? സന്തോഷവും മനസ്സമാധാനവും. അതാണ് ഏതൊരാളും ആഗ്രഹിക്കുന്നുണ്ടാവുക. നമ്മുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷനിൽ പുറത്തേക്കൊന്ന് നോക്കിയാൽ നമുക്കറിയാം, ഒരു 80% ആളുകള് വളരെയധികം മനപ്രയാസത്തോടെയും സമാധാനം ഇല്ലാതെയും വളരെ വിഷമത്തോടെയാണ് ജീവിച്ചു പോകുന്നത്. ഒരു 20% ആളുകള് ഓരോരോ നിമിഷവും സന്തോഷത്തോടെ ആഘോഷിച്ച് നല്ല സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ട്, ഇല്ലേ? അപ്പോ നമ്മൾ പുറമേ നോക്കുമ്പോ എന്താണ്, ഈ 20% ആളുകൾക്ക് നല്ല ജീവിത സാഹചര്യമാണ്. അപ്പൊ അവര് സുഖമായിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്നു. എന്നാൽ 80% വരുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? അവർ വളരെ കഷ്ടപ്പെട്ടൊരു ജീവിത സാഹചര്യത്തിലാണ്. അതുകൊണ്ട് അവർക്ക് അങ്ങനത്തെ ഒരു ജീവിതമേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്നാല് വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു 80% ആളുകൾക്കും നന്നായിട്ടൊന്ന് മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ജീവിതം സാധ്യമാണ്. ശരിയാണ്, ഒരു പരിധി വരെയുള്ള കാര്യങ്ങൾ, സാഹചര്യങ്ങൾ നമുക്ക് വല്ലാണ്ട് മാറ്റാൻ പറ്റില്ല. പക്ഷെ നമുക്ക് നമ്മുടെ മാനസികാവസ്ഥനെ മാറ്റിക്കൂടെ? നമ്മുടെ മാനസികാവസ്ഥ മാറ്റിയാൽ തന്നെ നമ്മുടെ ജീവിതം മാറുകയാണ്. പക്ഷെ ആ ഒരു നിമിഷം നമുക്ക് വേണം നമ്മുടെ മാനസികാവസ്ഥയെ മാറ്റാനുള്ള ഒരു നിമിഷം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ അടുത്തിപ്പോ ഒരാളിരിക്കുന്നു. അയാൾ വളരെയധികം വിഷമിച്ചാണ് ഇരിക്കുന്നത് എന്ന് നമുക്കറിയാം. പക്ഷെ നിങ്ങൾ എത്ര പേര് അവർക്ക് എന്താണ് വിഷമമെന്ന് ചോദിക്കും? മിക്കവാറും ആളുകൾ ചോദിക്കലുണ്ടാവില്ല. എന്നാൽ ചെറിയൊരു ശതമാനം ആളുകൾ ചോദിക്കാറില്ല എന്ന് ഞാൻ പറയണില്ല, ചോദിക്കുന്നുണ്ടാവാം. നമ്മള് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അടുത്തൊരാൾ വിഷമിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ നമ്മൾ വേഗം ചോദിക്കും, അയ്യോ എന്താണ് പ്രശ്നം, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇന്നാണെ നമ്മൾ എന്ത് ചെയ്യും? വേഗം തിരിഞ്ഞ് ഇങ്ങോട്ട് നടക്കും. ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അവരുടേതായിട്ടുള്ള നമ്മൾ ഓടുകയാണ്. നമ്മൾ ഓരോരോ സാധനത്തിന് വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ. നമ്മൾ ഓരോ അച്ചീവ്മെന്റ്സിന് വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമുക്ക് പലപ്പോഴും ആരെയും ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഇങ്ങനെ വളരെ വിഷമം അനുഭവിക്കുന്ന ആളുകൾ 2 തരത്തിലാണ് അതിന് ശേഷം ചിന്തിക്കുക. ലൈക്ക്, എനിക്ക് ഇത്രയും വിഷമമുണ്ട്, എന്റെ പാർട്ട്ണർക്ക് അല്ലെങ്കിൽ എന്റെ കൂടെയുള്ള ആൾക്ക് എന്റെ വിഷമം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവരവരുടേതായിട്ടുള്ള തിരക്കുകളായിരിക്കാം. പക്ഷെ അവർക്ക് എന്റെ വിഷമം മനസ്സിലാക്കുവാനോ അതിനൊന്നും സമാധാനിപ്പിക്കാനോ സാധിക്കുന്നില്ല. ഓക്കെ, ഇതെന്റെ വിഷമാണ്, ഇതെന്റെ ഉള്ളിൽ തന്നെ കിടന്നോട്ടെ. ഇത്ര കാലം ഞാൻ അങ്ങനെ തന്നെയല്ലേ ജീവിച്ചത്, ഇനിയുള്ള കാലം ഞാൻ അങ്ങനെ തന്നെ ജീവിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. എങ്ങനെയെങ്കിലും ലൈഫ് പോയിക്കോട്ടെ, അതിനനുസരിച്ച് നമ്മൾ പോവാം എന്ന് ചിന്തിക്കുന്നു കുറച്ചു പേര്. വേറൊരു വിഭാഗം ആളുകൾക്ക് എന്താ സംഭവിക്കുക? ഇത്രയും വിഷമമൊക്കെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഒരു കൺട്രോളിങ് പവർ ഉണ്ടല്ലോ, മനസ്സിനൊരു ലെവലുണ്ട്. ആ ഒരു ലെവലിന് മുകളിലും ആ ഒരു വിഷമം വരുന്ന സമയത്ത് അവർക്ക് പുറത്ത് ആരെടുത്തും അവരുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യാനില്ല. അങ്ങനെ ഒരു രീതിയിലേക്കൊക്കെ പോയിട്ട് ഒരു ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് അത് പോകുന്നു. അങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഒരു ഡിപ്രഷൻ എന്നുള്ള രീതിയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് കരകയറാനുള്ള സമയവും എടുക്കും. തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്ന് ഒരു ലൈഫ് വീണ്ടും ഉണ്ടാവും. പക്ഷെ ആ ഒരു ലൈഫ് വളരെ നല്ലൊരു ലൈഫ് ആയിരിക്കും. പക്ഷെ നമുക്ക് അതിലേക്ക് വരാനുള്ള സമയവും എടുക്കും. അപ്പം ഇങ്ങനെ ഒരു 2 രീതിയിലാണ് ആളുകൾക്ക് ഈ ഒരു വിഷമം, അതികഠിനമായിട്ടുള്ള ഒരു വിഷമം വന്നു പെടുന്നത്.
ഇനി നമുക്ക് ഇത് ഒരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വിഷമങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ ഏത് പ്രായക്കാരായിക്കോട്ടെ, ഇങ്ങനെയുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നവരായിക്കോട്ടെ, ഇവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നമുക്ക് അതിനുള്ള പരിഹാരങ്ങൾ ആലോചിക്കാം. എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ലൈഫ് മുന്നോട്ട് പോയാൽ നമുക്കിതൊക്കെ പരിഹരിച്ചെടുക്കാം. നമുക്ക് പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ലൈഫിൽ. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞാൻ സമാധാനമായിട്ട് ജീവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് നടക്കാത്ത കാര്യമാണ്. ജീവിതം എന്ന് പറയുമ്പോൾ നമുക്ക് പരീക്ഷണങ്ങളാണ് എന്ന് പൊതുവെ പറയുമെങ്കിലും ജീവിതം ശരിക്കും പരീക്ഷണം തന്നെയാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇതിനെയൊക്കെ ജയിച്ച മനസ്സുള്ള ആളുകളില്ലേ, കുറച്ച് പ്രശ്നങ്ങളാണെങ്കിലും നമ്മൾ അതിനെയൊക്കെ ഒന്ന് കീഴടക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വരുന്ന പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമായിരിക്കില്ല. ഇതൊന്നും ഒരു പ്രശ്നമല്ല. നമുക്ക് ഇതിനെയൊക്കെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ഈ ഓരോ പ്രോബ്ലംസിനെയും ഫേസ് ചെയ്യാനുള്ള ടെക്നിക്സ് പഠിക്കണം. എല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മൾ മുന്നോട്ട് പോകും തോറും എല്ലാം പുതിയ പുതിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അല്ലാതെ നമുക്കിപ്പം ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഞാൻ സുഖമായിട്ട് ജീവിക്കുന്നു പറഞ്ഞാൽ നടക്കൂല. എല്ലാ പ്രശ്നങ്ങളും വരട്ടെ, എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ ഫേസ് ചെയ്ത് തോൽപ്പിച്ചിട്ട് വളരെ സമാധാനമായിട്ട് മുന്നോട്ട് ജീവിക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുക. ചില ആളുകളെ കണ്ടിട്ടില്ലേ, അവരെന്താണ് വളരെയധികം പക്വതയോടെ വളരെ നിഷ്ഠയോടെ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും. അവരുടെ ജീവിതവും നല്ല സക്സസ്ഫുൾ ആയിരിക്കും. നമുക്ക് ജീവിതത്തിൽ നമ്മൾ സക്സസ്ഫുൾ ആവാൻ വേണ്ടി ഏറ്റവും ആദ്യം വേണ്ടത് നല്ല കുറച്ച് ശീലങ്ങളാണ്. നല്ല ശീലങ്ങൾ കുറച്ചുണ്ടെങ്കിൽ തന്നെ വളരെ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ജീവിതം സമാധാനവും സന്തോഷവും ഒക്കെ ഉള്ളതാക്കിയിട്ട് മാറ്റാൻ പറ്റും. അപ്പം ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഇനി മുതൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്? ഈ നല്ല ശീലങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതം സമാധാനപരമായിട്ടും സന്തോഷപരമായിട്ടും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടെന്ന്. ഇനി മുതൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ തുടങ്ങിയാലോ? നമ്മുടെ ജീവിതമല്ലേ, അതങ്ങനെ തോന്നിയ പോലെ പോട്ടെ എന്ന് വെക്കാൻ പറ്റില്ല. നമുക്ക് സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ച് സുഖമായിട്ട് ജീവിച്ചു പോകണം. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ നോക്കാം. എന്താ?